ശ്യാം സാറ് പറഞ്ഞത് എൻജോയ് ചെയ്ത് പാടണം എന്നാ. എൻജോയ് ചെയ്ത് തന്നെയല്ലേ പാടിയത്? കൊള്ളാം, സൂപ്പർ. ചോദിക്കാം നമുക്ക്. ശരത് സാർ. ദേവാംഗി, നല്ല സുഖമുള്ള ഒരു പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടി. കുറച്ച് എനിക്കൊരു സന്തോഷമാകാമായിരുന്നു. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഈ ഒരു പാട്ടിന്റെ എന്താണ് മോക്കത് ഫീൽ ചെയ്തത്? എന്താണിത്? ഇതൊരു കല്യാണ പാട്ട്, പിന്നെ ആ മണവാട്ടിയെ നാണം കെടുത്തുന്ന ഒരു നാണം കെടുത്തുന്ന പാട്ടോ? കളിയാക്കുന്നു മക്കളെ, ചുമ്മാ അതൊന്നും പറയരുത്. അതെ, കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അല്ല, നമ്മുടെ നാട്ടിൽ നാണം കെടുത്താന്ന് പറയുന്നത് ഇതൊക്കെ അങ്ങനെ ഇത് നാണം കെടുത്തലല്ലേ മോളെ, ഇതൊരു സുഖമുള്ള നാണം കെടുത്തല കേട്ടോ. അപ്പൊ അത് മക്കളെ, അതൊരു കളിയാക്കി പാട്ട് അല്ലേ എന്ന് പറഞ്ഞാൽ അതൊരു മണവാട്ടിയെ കളിയാക്കി. അത് എത്ര പാട്ടുകളുണ്ട്, അതുപോലെ നല്ല ക്യൂട്ടായിട്ട്. അപ്പം മോളെ ആ ഒരു വികാരം കിട്ടിയില്ല, കളിയാക്കൽ കിട്ടിയില്ല. മോള് പറഞ്ഞപ്പോൾ ഒരു നാണം കെടുത്തലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം മക്ക അതങ്ങനെ ഒന്ന് പാടാമോ?
ഈ കന്നിപ്പളുങ്കെ അത് കഴിഞ്ഞ അതിന്റെ സെക്കൻഡ് ഹാഫ് പാടാമോ? കൺമണിക്കെന്തിന് കള്ളപ്പരിഭവം കല്യാണരാവല്ലേ. ആ അത് കളിയാക്കല്ലേ അല്ലേ? കൺമണിക്ക് എന്തിനീ കള്ളപ്പരിഭവം കല്യാണ രാവല്ലേ എന്നുള്ളത് മോളെ. അത് മോക്കിപ്പോ എത്ര വയസ്സായി? 14. ആ 14ഒക്കെ ആകുമ്പോ ഇത് ഒരു കല്യാണത്തിന് കളിയാക്കി പാടുന്ന പാട്ടാണ്. ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കുഞ്ഞിന്. എങ്കിലും കുറച്ച് നിങ്ങളൊക്കെ വലിയ ബ്രില്യൻ്റ് ആണ് ഈ ജനറേഷൻ. അപ്പോൾ അത് പാടിയേക്കുന്ന വിധം കേട്ടാലേ അറിഞ്ഞൂടെ. അപ്പോൾ ആ ഒരു കളിയാക്കൽ സ്വരം വേണം മോളെ. അതിനൊരു സന്തോഷവും വേണം. അങ്ങനെ ഒന്ന് പാടാമോ? കന്നിപ്പളുങ്കേ പൊന്നുകിനാവേ സുന്ദരി പൊന്നാരേ കൺമണിക്കെന്തിന് കള്ളപ്പരിഭവം കല്യാണരാവല്ലേ. കല്യാണ രാവിനൊക്കെ കുറച്ചും കൂടെ സുഖം വരട്ടെ. കൺമണിക്കെന്തിന് കള്ളപ്പരിഭവം കല്യാണരാവല്ലേ. ഓക്കെ. പിന്നെ മോളെ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നത് അങ്ങനെ ഉണ്ടോ ഒറിജിനല്? ഇല്ല. മക്കൾ റെസ്റ്റ് എടുത്താണോ? അല്ല, അത് ശരിക്കും പാട്ടിലെ കോറസ് ആണ്. അത് മോള് പാടാമെന്ന് തീരുമാനിച്ചു, മറന്നും നോക്കും. പിന്നെ പാട്ട് കേട്ട് ആ ഒരു പരിചയത്തിൽ കൊടുത്തതാ. അങ്ങോട്ട് കൊടുത്തപ്പോ അവര് ഇങ്ങനെ ആക്കി പള്ളി പോയി പറഞ്ഞാൽ മതി ബെസ്റ്റ്. അപ്പൊ അത് പക്ഷെ കുഴപ്പമില്ല. ഒരു ഗ്രൂപ്പ് കുറച്ചു നേരം കേൾക്കുന്ന ഒരു സുഖമായിരുന്നു. വി എൻജോയ്ഡ്. ഞാനും ഷാനും അതുപോലെ രമ്യ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു പോർഷനാണ്. വായി നോക്കി നിന്നതാണ് രമ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ മക്കളെ അതുപോലെ എനിക്ക് ഈ രണ്ടാമത്തെ ചരണം ഒന്ന് പാടാമോ? ആ മോളെ ഇത് എന്താണ് ഇപ്പൊ ഇതല്ല പാടിയത്. ടേക്കിന് മോള് ഇതല്ല പാടിയത്. ഏതാണ് പാടിയത്? ഇത് ഇങ്ങനാണോ ഇത് അതിന്റെ ഒറിജിനല്? ശരിക്കും തരിവളകള് തമ്പിതരാനി അതാണ് ഒറിജിനല്. എന്നാൽ അല്ല. കരിതനൽ തന്തിനാനി അതാണ്. ഒരു പൊട്ടത്തറ്റെല്ലാം പഠിച്ചിട്ട് വന്ന് നിൽക്കാ കൊച്ച് കേട്ടോ. ശ്യാം സാർ എന്റെ കൊങ്ങായിക്ക് പിടിക്കും. കൊങ്ങായിക്ക് ഇവിടെ തമ്പി ഇങ്ങ വാ ഒറ്റ പിടി. ഇത് മോളെ ഇത് തരിവളകൾ തന്തനീ തരി പാട്, ബാക്കി പാട്. പിന്നെ അങ്ങനെ തളിർമിഴിതൾ ചിമ്മിയടഞ്ഞും ചെറുവിരൽ നഖമുനകൾ നുണഞ്ഞും മണവറ പോകുമ്പോൾ കിളിവാതിലടയ്ക്കുമ്പോൾ മണവാളനടയ്ക്കുമ്പോൾ. പിന്നെ മക്കളെന്താ ഇത്ര വിഷമിക്കുന്നത്? മണവാളൻ അണച്ചോട്ടെ. അല്ല ചിരിക്ക്, കോറസ് അല്ല മോള്. ഞാൻ പറഞ്ഞ ചിരിക്കാനാ. മണവാളനടയ്ക്കുമ്പോൾ നിൻമുഞ്ചും നെഞ്ചും നീയും മാരൻ താലോലിക്കില്ലേ. ഇപ്പൊ എന്ത് രസമുണ്ട്. ഇപ്പോഴാണ് ആ ഫീൽ ഉള്ളത് മോളെ. മറ്റേ മണവാളൻ അണഞ്ഞു എന്നൊക്കെ പറയുന്നത് വീട്ടിൽ കള്ളം കയറിയ പോലെ. കള്ളം വന്നു അതല്ലല്ലോ മോളെ. അത് ഒരു കുറച്ചും കൂടി ഇപ്പം പാടിയപ്പോൾ എന്ത് രസമുണ്ട്. ആ ചിരി അത് കുറേ എന്താ പറയുക നമുക്ക് വേണ്ട ആ ഒരു ഫീൽ ഇമോട്ട് ചെയ്യും. ഇതുപോലെ ഒരു കളിയാക്കൽ പാട്ടല്ലേ. അപ്പം അത് മോളെ അത് പാടിയാലേ പറ്റത്തുള്ളൂ കേട്ടോ. അതാണ് എനിക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് മിസ്സായത്. പിന്നെ ട്യൂണിൻ്റെ കാര്യവും അത്രേ ഉള്ളൂ കുഞ്ഞെ. ഇപ്പം എല്ലാം നന്മയും ഉണ്ടാവട്ടെ മകൾക്കെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഏതൊരു പാട്ടെടുത്താലും മോളെ എന്താണ് അത്, എന്ത് വികാരമാണ് നമുക്ക് അത് കേൾക്കുന്നവൻ്റെ മനസ്സിൽ ജനിപ്പിക്കേണ്ടതെന്ന് മോൾ ആലോചിക്കുക, എന്നിട്ട് കൊടുക്കുക. കാര്യം നമ്മുടെ ബ്രെയിനിലോട്ടല്ല പോകേണ്ടത്, നെഞ്ചിലേക്ക് വേണം വരാൻ പാട്ട്. ചില പാട്ടുകളാണ് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നത്. കാര്യം കുറേ ടെക്നിക്കാലിറ്റീസ് ഒക്കെ ഉള്ളപ്പോൾ അത് നമ്മൾ ആലോചിച്ചൊക്കെ കണ്ടുപിടിച്ചെടുക്കാൻ മെനക്കേടാ. നമ്മളെ കാണാൻ നല്ല മൊഞ്ചുണ്ട് മോക്ക് കേട്ടാ. ഇപ്പം 2 സുന്ദരികൾ നമ്മളെ പാറു. വയ്യ അതിനെക്കുറിച്ച് പറഞ്ഞു വയ്യ, ഞാൻ ക്ഷീണിച്ച്. ലവ് യു രണ്ടുപേരും. ഇവളാണോ ആ നാണം കെട്ട കല്യാണ പെണ്ണ്? ഞാൻ ആ മണവാട്ടിയാണ്, മണവാളനാണ്, എല്ലാമാണ്. ചോറും കറി വെക്കുന്ന ആളാണ്, കല്യാണത്തിലെല്ലാം ആണ്. അപ്പൊ ഇവളെ വിളിച്ചാ മതി, ഇവള് ഫുള്ള് കല്യാണം തരും. അവസാനം എല്ലാ പൊന്നും പണ്ടും അടിച്ചോണ്ട് പോവുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ശരത് സാർ. ഷാനിക്ക നല്ലോണം പാടിയാണേ. നല്ലൊരു ഒപ്പനപ്പാട്ട് അല്ലേ? വെരി നൈസ് സെലക്ഷൻ. മോള് പാടിയത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഒന്ന് ചിരി. പിന്നെ ഈ സാധാരണ ഒപ്പന പാട്ടിൽ വെച്ചിട്ട് വാക്കുകൾക്കൊക്കെ കുറച്ചുകൂടെ കട്ടി കൊടുക്കും. അങ്ങനെ അല്ലാതെ
കാരണം കൂടുതലും കോറസും ഉണ്ടാവും എല്ലാവരും അപ്പം വാക്കുകൾക്കൊക്കെ കുറച്ചുകൂടി അറ്റാക്ക് ആവാന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടെ ഒരു പ്രസൻസ്. അതായത് വെരി ട്രൂ. ഷാൻ പറഞ്ഞ വളരെ കാര്യം മോളെ. അല്ലെങ്കിൽ ഈ കളിയാക്കൽ അവൾ എന്തുവാ പറഞ്ഞാന്ന് പറഞ്ഞാൽ അവര് മണവാട്ടി ചോദിക്കുന്നത് അവൾ എന്തൊരു പറഞ്ഞു ഇല്ല, അതൊരു സംശയം വരത്തില്ല. ക്ലാരിറ്റി അതൊന്നാമത്. ആരാ പാടിയേക്കുന്ന ഈ പാട്ട്? സുശീലാമ്മയ്ക്ക് ഇല്ലാത്ത ക്ലാരിറ്റി അല്ല, മണി പോലെ പറയും. അതെ കേട്ടോ ഷാനെ, വെൽ സെറ്റ്. പറഞ്ഞു. താങ്ക് യു. സോറി. താങ്ക് യു മൈ ലവ്. ഇറ്റ്സ് ഓക്കെ ഡാർലിംഗ്. അപ്പം കുറച്ചുകൂടെ ഒരു പ്രസൻസ്, ഒരു കട്ടി കൂടുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഈ ഒരു പ്രശ്നം ചിലപ്പോൾ തീരും. ഇപ്പോൾ ക്ലാരിറ്റിയുടെ ഇഷ്യൂ, അതുപോലെ കുറച്ചുകൂടി ഒരു ചിരി, കുറച്ചുകൂടെ ഒരു സംഭവം ആക്കാമായിരുന്നു എന്നൊരു തോന്നലുണ്ട് മോളെ. ബാക്കി കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ശബ്ദം നല്ല രസമുണ്ട്. ഈ പാട്ടിന് ചേർന്ന ശബ്ദമാണ്. പിന്നെ നിങ്ങളെല്ലാവരും ദേവാംഗിയുടെ കാര്യങ്ങൾ അറിയുന്നുണ്ടോ? പാച്ചു അറിയുന്നുണ്ടോ എന്തെങ്കിലും ദേവാംഗിയുടെ കാര്യങ്ങൾ? ഇല്ല, അറിയുന്നില്ല. നിങ്ങൾ ആരും അറിയുന്നില്ല? ഞങ്ങളൊന്നും അറിയുന്നില്ല. അവള് ഇനോഗ്രേഷൻ ഒക്കെ പോയി തുടങ്ങി. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം. കൺഗ്രാചുലേഷൻസ് ദേവാംഗി. അവൾ ആ നാട്ടിലെ സെലിബ്രിറ്റി ആയി, അവൾ പോലും അറിയാതെ അവൾ നാട്ടിലെ സെലിബ്രിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ചെയ്യണം മക്കളെ. അത്രേ ഉള്ളൂ. നല്ല ശബ്ദം, കുറച്ചുകൂടെ അറ്റാക്ക് ആവാം എന്ന് തോന്നി. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ചിരിച്ചു പാടുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക ചേച്ചി. ഹായ് മഞ്ജത്തി, എന്തോ എന്തൊക്കെയാ വിശേഷം? എല്ലാം പറയാനുള്ള ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഓരോ ഒരു ശൈലികളുണ്ടല്ലോ. അപ്പോൾ ഒപ്പന പാട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ശൈലി ഉണ്ട്, അതൊന്ന് ഉൾക്കൊണ്ടാൽ മാത്രം മതി. അപ്പോൾ ഓരോ പാട്ടിനും ഓരോ ഇമോഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സന്തോഷം എന്ന് പറയുമ്പോൾ ആ ഇമോഷൻ, അപ്പോൾ ഈ പാട്ടിൻ്റെ ആ എന്താണ് അതിൻ്റെ റൂൾസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് അറിഞ്ഞ് കുറച്ചുകൂടി ഇൻവോൾവായി ചിരിച്ച്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്രയും വരികളൊക്കെ കാണാപ്പാടം പഠിച്ച് പാടുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ. മക്കളെ 8.6. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക 8.6. താങ്ക് യു സർ. സോ ടോട്ടൽ 17.2.